പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല പോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സിറ്റ്സ് ബാത്ത് ചെയ്യുന്നത്. നിങ്ങൾ ഏതുതരം ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് തിരഞ്ഞെടുത്താലും അതിനോടൊപ്പം തന്നെ നിങ്ങൾ സിറ്റ്സ് ബാത്ത് കൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഏതെങ്കിലും ഒരു ട്രേ എടുക്കുക. ശേഷം അതിനകത്ത് ചെറിയ ചൂടുള്ള വെള്ളം എടുത്തതിന് ശേഷം കല്ലുപ്പോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് ആണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർ സിറ്റ്സ് ബാത്തിലേക്ക് ആഡ് ചെയ്യാനുള്ള ചില തുള്ളിമരുന്നുകളൊക്കെ തരാറുണ്ട്. ഈ മരുന്നുകളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സിറ്റ്സ് ബാത്ത് ചെയ്യാവുന്നതാണ്. നമുക്ക് അവിടെ ഉണ്ടാകുന്ന വേദന കുറയ്ക്കാനും സ്വെല്ലിങ്, അതായത് അവിടെയുള്ളൊരു തടിപ്പ് കുറച്ചു കൊണ്ടുവരാനും ഇൻഫെക്ഷനൊക്കെ കുറച്ചു കൊണ്ടുവരാനൊക്കെ ഈ സിറ്റ്സ് ബാത്ത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ആക്റ്റീവ് ബ്ലീഡിങ് അവിടെ ഉണ്ടായി, അതായത് ഫ്രഷ് ബ്ലീഡിങ് ആണെങ്കിൽ നല്ല രീതിയിൽ ബ്ലഡ് പോയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് കോൾഡ് സിറ്റ്സ് ബാത്ത് യൂസ് ചെയ്യുന്നതാണ്. അതായത് ചൂടുവെള്ളത്തിന് പകരം നിങ്ങൾക്ക് തണുത്ത വെള്ളം ഉപയോഗിക്കാം. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ട്രീറ്റ്മെന്റിനോടൊപ്പം ആയിരിക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങൾ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഒന്നും തന്നെ തിരഞ്ഞെടുക്കാതെ ചുമ്മാ സിറ്റ്സ് ബാത്ത് മാത്രം ചെയ്തതിലൂടെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു വരില്ല. ഇത്തരത്തിൽ ആക്റ്റീവായിട്ട് നല്ല രീതിയിൽ ബ്ലീഡിംഗ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പ്രത്യേകം ഈ കാര്യം ഓർക്കേണ്ടതുണ്ട്. ആരൊക്കെ സിറ്റ്സ് ബാത്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.